നമസ്കാരം. പതിരും കതിരും. നീതിക്ക് വേണ്ടി കരഞ്ഞുഴന്നിടവേ ഗീത ചൊല്ലിക്കേട്ട ഒരു അർജുനനല്ല ഞാൻ. ആദർശ പുരുഷന്മാർക്ക് വംശനാശം സംഭവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രത്തിലെ ഈ വരികൾ ഓർത്തുപോകും. നീതിക്ക് വേണ്ടി ആര് കരഞ്ഞു തളരുന്നുവോ ഞങ്ങളവിടെ പ്രത്യക്ഷപ്പെടും. ഞങ്ങൾ ആദർശവാന്മാരാകുന്നു. 4 അക്ഷരത്തിലാണ് ഞങ്ങൾ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ഞങ്ങളുടെ വെള്ളക്കൊടിയിലെ നക്ഷത്രമാണ് ഈ ലോകത്തിനെല്ലാം പ്രകാശമാകുന്നത്. എവിടെ ഇരുട്ടുണ്ടോ അവിടെ ഞങ്ങളുടെ നക്ഷത്രം നിങ്ങൾക്ക് വഴികാട്ടും. ഞങ്ങളാണ് DYFI. ഞങ്ങൾക്ക് വീട്ടുമുറ്റത്തെ കാര്യങ്ങളിൽ ജാഗ്രത അത്രയ്ക്കങ്ങില്ല. സ്വന്തം സംസ്ഥാനത്തെ കാര്യങ്ങളിലുമില്ല. സ്വന്തം ഭരണാധികാരി എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എന്നാൽ ആമസോണിൽ പുക കാണുമ്പോൾ ഞങ്ങൾക്ക് ശ്വാസം മുട്ടും. ലോകത്തെങ്ങും മനുഷ്യർ വേദനിച്ചുകൂടാ. ഭരണകൂടം അവർക്ക് നിരാശ ഉണ്ടാക്കരുത്. എപ്പോൾ വേണമെങ്കിലും സമരം ചെയ്യാനുള്ള അവകാശം ജനത്തിന് നൽകണം. ഒരു സാമ്രാജ്യത്വ ശക്തിയും ജനങ്ങളുടെ പൗരാവകാശത്തിന്മേൽ കടന്നു കയറരുത്. അങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ ഞങ്ങളങ്ങ് വരും. അറിയാലോ DYFIയെ, ഞങ്ങളങ്ങ് വന്നാലുണ്ടല്ലോ അതൊരു സാധാരണ വരവായിരിക്കില്ല. അങ്ങ് ദില്ലിയിലിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, പാറ്റാ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നും DYFI പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ. വെള്ളിയാഴ്ച ദിവസം നല്ല നേരം നോക്കി രാഹുകാലത്തിന് മുമ്പ് തന്നെ DYFI ഡൽഹിക്ക് പുറപ്പെട്ടു. ഡൽഹി ചലോ മാർച്ച് എന്നാണ് ഇട്ടിരിക്കുന്ന പേര്. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ സമരയാത്ര നടത്തി പോരാട്ടത്തിൽ അണിചേരുകയാണ് ലക്ഷ്യം. ട്രെയിൻ പിടിച്ചു വരുന്ന DYFIയെ പിന്തിരിപ്പിക്കാനോ അടിച്ചമർത്താനോ പരാജയപ്പെടുത്താനോ ഡൽഹി പോലീസിനോ പട്ടാളത്തിനോ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും ഇവിടെ നിന്നും പൊതിച്ചോറ് കൊണ്ടുവരേണ്ടതില്ല. അവിടെ ഇഷ്ടം പോലെ ഭക്ഷണം ലഭ്യമാണ്. ചേറിലും ചെമ്മണ്ണിലും ചോരപ്പുഴയിലും കളിച്ചു വളർന്നവരാണവർ. തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയവരാണ്. പണ്ട് ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിൻ്റെയും ക്ലിഫ് ഹൗസിൻ്റെയും പരിസരത്ത് നാറ്റപ്പണികൾ നടത്തിയത് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടുത്തെ ആ നാറപ്പരിപാടി അവിടെ കാണിക്കരുത്. അങ്ങനെ വല്ല പ്ലാനിലുമാണ് പോകുന്നതെങ്കിൽ സൂക്ഷിക്കണം. തീവണ്ടിയിലെത്തുന്ന സമരഭടന്മാരെ കാത്ത് ഡൽഹിയിൽ ലുട്ടാപ്പി കാത്തു നിൽക്കും. ഹിന്ദിയിലും ഇംഗ്ലീഷും മലയാളത്തിനുമെല്ലാം റഹീം സമരക്കാരെ അഭിസംബോധന ചെയ്യുകയാണ്. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. മുണ്ടും മടക്കിക്കുത്തി ഡൽഹിയിലെ തെരുവീഥികളിലൂടെ പ്ലക്കാർഡും പിടിച്ച് ബ്രിട്ടാസും റഹീമും നടക്കുന്ന കാഴ്ച കണ്ടാൽ ഈ സമരം മുഴുവൻ നിയന്ത്രിക്കുന്നത് അവരാണെന്ന് തോന്നും. ഉത്സവപ്പറമ്പിലൂടെ കറങ്ങുന്ന പൂവാലന്മാരെ പോലെ അങ്ങ് ഉലാത്തുകയാണ്. പല പല വഴികളിലൂടെ പാട്ടും പാടി ചെണ്ടയും കൊട്ടിയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തല്ല് കിട്ടുന്ന ഒരിടത്തേക്കും അവർ പോകാറില്ല. ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രതിഷ്ഠയിൽ കൈകൂപ്പി തൊഴുന്നത് പോലെ ഇന്നലെ റഹീം രാഹുൽ ഗാന്ധിയുടെ ഇടതുവശത്ത് നിന്ന് മഹാത്മാഗാന്ധിയെ കൈകൂപ്പി തൊഴുന്ന രംഗം കണ്ടു. കേരളത്തിൽ ഇന്നേ വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ DYFIക്കാരോ അതിൻ്റെ നേതാക്കളോ പുഷ്പാർച്ചന നടത്തുന്നതും കൈകൂപ്പി തൊഴുതു നിൽക്കുന്നതും? തൊട്ടരികിൽ ബ്രിട്ടാസുക്കായുമുണ്ട്. ഇവിടെ നിന്നും തീവണ്ടി പിടിച്ചു ചെല്ലുന്ന DYFIക്കാരെ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും സ്വീകരിക്കുക. സമരക്കാരെ തല്ലിച്ചതയ്ക്കുന്ന പോലീസിൻ്റെ ക്രൂരതയ്ക്കെതിരെയാണ് DYFI നേതാക്കൾ പ്രതികരിക്കാൻ പോകുന്നത്. വടകരയിൽ വെച്ച് ഷാഫി പറമ്പിൽ MPയുടെ മൂക്കിലും തലയ്ക്കുമാണ് പോലീസുകാർ അടിച്ച് പരിക്കേൽപ്പിച്ചത്. അന്ന് DYFIക്കാർക്ക് അതൊരു ഫലിതവും ഷോഫിക്ക എന്ന പരിഹാസവുമായിരുന്നു. ജനാധിപത്യത്തിലെ സമാധാനപരമായ സമരത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെയാണല്ലോ DYFI അവിടെ പോയി പ്രതിഷേധിക്കുന്നത്. അല്ല DYFIക്കാരെ, ഇവിടെ ഉപ്പുപരലിൽ നിന്നവർക്കും തലമുണ്ടനം ചെയ്തവർക്കും മണ്ണുവാരി തിന്നവർക്കും നഴ്സുമാർക്കും ആശാസമരക്കാർക്കും എല്ലാം നിങ്ങൾ നീതി വാങ്ങിക്കൊടുത്തായിരുന്നു. PSC എന്ന സ്ഥാപനത്തെ AKG സെൻറ്ററിൻ്റെ സഹോദര സ്ഥാപനമാക്കി മാറ്റിയതായിരുന്നല്ലോ നിങ്ങളുടെ കാലത്തെ ഭരണ മികവ്. അർഹതയില്ലാത്തവരെ എല്ലാം നിങ്ങൾ അവിടെ തിരികെ കയറ്റി. അതിനുള്ള പരിഹാരമെല്ലാം നിങ്ങൾ കണ്ടായിരുന്നുവോ? സമാധാനപരമായി സമരം നയിച്ചവരോട് പിണറായി സർക്കാർ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അതൊന്നും കൂടുതലായി പറഞ്ഞ് സമയം കളയുന്നില്ല. ആ പെടലിദീനക്കാരിയാണ് ഡൽഹിയിലേക്ക് പോകാൻ ആവേശം കൊണ്ട് നിൽക്കുന്ന മറ്റൊരു വനിതാ നേതാവ്. വല്ല പാപങ്ങളും പൊതിഞ്ഞു കെട്ടിയേൽപ്പിക്കുന്ന പൊതിച്ചോറ് വാങ്ങി വിതരണം ചെയ്യുന്നതിൻ്റെ ഗമയിലായിരുന്നു കഴിഞ്ഞ 10 വർഷവും നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നിങ്ങൾ ഇവിടെ നടത്തിയത്? യുവജനങ്ങൾക്ക് നേരെയും വിദ്യാർത്ഥികൾക്ക് നേരെയും സമരക്കാർക്ക് നേരെയും പിണറായി വിജയൻ്റെ ദുഷിച്ച ഭരണകൂടം കാണിച്ച തെമ്മാടിത്തരങ്ങൾ നിങ്ങൾ കണ്ടിട്ടേയില്ലല്ലോ. ഡൽഹിയിൽ നിങ്ങൾ സമരം നടത്തുന്നതിനിടയിൽ മോദിജിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ സംഘപരിവാറുകാർ കൂട്ടത്തോടെ ഇറങ്ങി വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ നിന്ന് പോയ എത്ര പേർക്ക് ഓടാനുള്ള വഴി അറിയാം? ഇന്ത്യ മഹാരാജ്യത്ത് ആകമാനം വേര് പറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM.
അതിൻ്റെ പോഷക സംഘടനകൾക്ക് വല്ല വിലയും അവിടെയുണ്ടോ? അരാഷ്ട്രീയവാദികളായ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഒത്തുകൂടിയ ഇടത്തേക്ക് ആളെ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് ഈ പോക്ക്. ആ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരൊന്നും നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി ഒപ്പം കൂടുമെന്നോ റഹീമോ കോൺഗ്രസോ ചിന്തിക്കുകയേ വേണ്ട. നേതാവില്ലാതെ നയിക്കപ്പെടാൻ ആഗ്രഹിക്കപ്പെടുന്ന സ്വതന്ത്രരായ വ്യക്തികളാണ് അവരെല്ലാം. തൽക്കാലം അവരുടെ ഗ്രൂപ്പ് മാനേജർ മാത്രമാണ് ഈ ദീപ് കെ. എന്നെങ്കിലും ഈ സമരം അനാഥമാക്കി അയാൾ US മടങ്ങിപ്പോകും. പിണറായി പുത്രിയെ രക്ഷിക്കാൻ കല്ലും കട്ടയും എടുത്ത് ED സംഘത്തെ ആക്രമിച്ചതിൻ്റെ അനുഭവം അറിയാമല്ലോ DYFIക്കാർക്ക്. അവിടെ ചെന്ന് ഇവിടുത്തെ പരിപാടികളൊന്നും കാണിച്ചു കൂട്ടരുത്. എന്തായാലും ഇവിടുന്ന് പോകുന്ന DYFIക്കാരോട് ഒന്നേ പറയാനുള്ളൂ, വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ചിട്ട് തിരിച്ചു വരാവൂ. കഴിയുമെങ്കിൽ മോദിയെ ഇറക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ കേട് മലയാളികൾക്കാണ്. നിങ്ങൾക്ക് കഴിവില്ലെന്ന് ജനം പറയും.